പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. GCNDSD അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാനും ജീവിക്കുന്നവനായ കർത്താവിനെ സംബന്ധിച്ച് ചില വസ്തുതകൾ നിങ്ങളുമായിട്ട് കൈമാറ്റം ചെയ്യുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം എളിവന നൽകിയ കൃപയ്ക്കും കരുണയ്ക്കുമായി ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. കാലം അതിൻ്റെ അവസാന നാളുകളോട് അടുത്തിരിക്കുന്നു എന്ന് നമുക്കറിയാം. എല്ലാവിധത്തിലും വളരെ ഞെട്ടിപ്പിക്കുന്ന അനുഭവങ്ങളുമായിട്ടാണ് ഓരോ ദിവസവും ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാം ഇപ്പോൾ 2024 എന്ന് പറയുന്ന ആ ഒരു വർഷം നമ്മെ വിട്ട് കടന്നുപോയി. വളരെ പരിതാപകരമാകുന്ന അനുഭവങ്ങളും വളരെ ഭയാനകമാകുന്ന അനുഭവങ്ങളും ഒക്കെയായിരുന്നു ഈ ഒരു വർഷക്കാലം, കഴിഞ്ഞുപോയ ഒരു വർഷക്കാലം ലോകത്തെ നേരിടുവാനിടയായി തീർന്നത്. എന്നാൽ വീണ്ടും ഒരു പുതുവർഷത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് ഈ ഭൂമിയിൽ നടക്കുവാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കുവാൻ കഴിയുന്നതല്ല. എന്നാൽ തിരുവചനത്തിലൂടെ ചില കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം മുൻകൂട്ടി സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെയും നിറപടിയായി നിറവേറേണ്ടത് ആവശ്യമാണ്, നിറവേറുക തന്നെ ചെയ്യുകയും ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. ലോകത്തിൻ്റെ പാപ സ്വഭാവങ്ങളിൽ മുഴുകി നാശത്തിൻ്റെ വഴികളിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് രക്ഷപ്പെടുവാനുള്ളതായ ഒരു മാർഗം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ അത് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ പിന്നെ ഒരിക്കലും അത് ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ നാം ശിക്ഷാവിധിയിൽ അകപ്പെട്ടു പോകുവാൻ ഇടയാകുമെന്നുള്ളതിന് തർക്കമില്ല. ഈ വചനം പറയുന്നത് ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാദിവസം. അതുകൊണ്ട് പരമനാഥനായ കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷ ജീവിതത്തിൽ അനുഭവമാക്കിക്കൊണ്ട് വിശ്വാസ ജീവിതം നയിക്കുവാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ രാജ്യത്തിൽ നമുക്ക് പങ്കാളികളായി തീരുവാൻ കഴിയും. ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷാവിധിക്ക് യോഗ്യരായി തീരുമെന്നുള്ളതിന് തർക്കമില്ല. അതുകൊണ്ട് അത് സംഭവിക്കാതിരിക്കേണ്ടതിന് വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിലെ സത്യങ്ങളെ മനസ്സിലാക്കുക. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി, അഥവാ ഏതാണ്ട് 20 എപ്പിസോഡുകളിലായി യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം നാം ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സ്തോത്രം. അതേ വിഷയം തന്നെയാണ് ഇന്നും സംസാരിക്കപ്പെടുവാൻ താല്പര്യപ്പെടുന്നത്. അതിൻ്റെ 21ാമത് ഭാഗമാണ്. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം അവൻ്റെ ദൈവത്വം എന്ന വിഷയത്തോളം പ്രാധാന്യമുള്ള വിഷയമാണെന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അവൻ തൻ്റെ മനുഷ്യത്വത്തിൽ അനേക പദവികൾ വഹിക്കുവാനിടയായി തീർന്നിട്ടുണ്ട് എന്ന് നാം കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ നാം ചിന്തിക്കുവാനിടയായി തീർന്നു. എന്നാൽ ഇന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത് അവൻ വഹിച്ച പദവികളിൽ ഒരു ന്യായാധിപതി എന്ന പദവിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുവാനായിട്ടാണ് ഇന്ന് ഈ വൈകിയ സമയത്ത് താല്പര്യപ്പെടുന്നത്.
ന്യായവിധിയെല്ലാം യേശുക്രിസ്തുവിന് നൽകിയിരിക്കുന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22-23 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതാണ്. അതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്ന് 22-ാമത്തെ വാക്യഭാഗത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എല്ലാവരും സർവശക്തനായ ദൈവമായ പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ പിതാവ് പുത്രൻ എന്നൊക്കെ പറയുന്നു എങ്കിലും സ്തോത്രം, സർവശക്തനായ ദൈവത്തിൻ്റെ ഇരുവിധ സ്ഥാനങ്ങളെയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പിതാവെന്നതും പുത്രൻ എന്നതും ഏകസത്യ ദൈവം വഹിക്കുന്ന 2 സ്ഥാനങ്ങളാണ് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് തിരുവചനത്തിൻ്റെ ആദിയോടൊന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് പിതാവിന് കൊടുക്കുന്ന അതേ മാനം തന്നെയാണ് പുത്രനും കൊടുക്കേണ്ടത്. പിതാവും പുത്രനും 2 അല്ല, 1 തന്നെയാണ് എന്ന് ദൈവവചനത്തിലൂടെ കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് സ്തോത്രം, സകല മാനവും മഹത്വത്തിനും യോഗ്യനായവൻ അവൻ തന്നെയാണ് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. പുത്രനെ ബഹുമാനിക്കുന്നവൻ അവനെ അയച്ചവനെയും ബഹുമാനിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല എന്നാണ് ഈ വാക്യഭാഗത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അതിൻ്റെ 27-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അവൻ പുത്രത്വം സ്വീകരിച്ച് ലോകത്തിൽ വന്നതിനാൽ ന്യായവിധി നടത്തുവാനുള്ളതായ അധികാരം അവന് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവനിലുള്ളതായ ദൈവത്വം അവനിലുള്ളതായ മനുഷ്യത്വത്തിന് ഈ അധികാരം കൊടുത്തു എന്നാണ് തിരുവചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അവൻ ഒരേ സമയത്ത് പിതാവും അതേ സമയം തന്നെ പുത്രനുമാകുന്നു എന്ന്, ഒരേ സമയം തന്നെ അവൻ ദൈവവും മനുഷ്യനുമാകുന്നു എന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് വെവ്വേറെ ആടുകളാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നതായ ആളുകൾ ആ തെറ്റിനെ ശരിയായിട്ട് മനസ്സിലാക്കി തെറ്റിതിരുത്തി യാഥാർത്ഥ്യബോധത്തോടെ കർത്താവിനെ സേവിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യഭാഗത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. അപ്പോ സർവശക്തനായ ദൈവം നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു എന്നവിടെ കാണുവാൻ കഴിയുകയാണ്. മുൻപ് ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇവിടെ 2 വ്യക്തികളാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. സർവശക്തനായ ദൈവത്തിലുള്ളതായ ആ സ്തോത്രം, ആ മനുഷ്യ സ്വഭാവത്തെയാണ് സ്തോത്രം ഇവിടെ പുരുഷൻ എന്ന നിലയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവനാണ് ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുവാൻ പോകുന്നത്. അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു ദിനം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിൽ ജീവിക്കുന്നതിനാൽ സ്തോത്രം
അവൻ ന്യായം വിധിക്കുവാനായിട്ട് കടന്നു വരും. അവനൊരു ശരിയായ ന്യായാധിപതിയാണ് എന്നതിനെ സംബന്ധിച്ച് സകല മനുഷ്യർക്കും ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നു എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17 മുതൽ 19 വരെയുള്ളതായ വേദഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. യാതൊരു വിധമാകുന്ന മുഖപക്ഷവും ദാക്ഷിണ്യവും ആരോടും കാണിക്കുകയില്ല. ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് പ്രതിഫലം കർത്താവ് കൊടുക്കുവാനിരിക്കുന്നത്. ആ പ്രതിഫലം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ ന്യായം വിധിക്കുന്നത് ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണമുള്ളതായ ന്യായവിധിയാണ് നടക്കുവാൻ പോകുന്നത്. അങ്ങനെ ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നു എങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിൽ വസിക്കുന്നതായ കാലം, നിങ്ങളുടെ പ്രവാസകാലം, ഈ അടിമ ജീവിതം വളരെ ഭയത്തോടെ കഴിച്ചു കൊള്ളണമെന്നാണ് കർത്താവിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ആരും ദുഷ്പ്രവർത്തിക്കാരോ നിഗളികളോ അഹങ്കാരികളോ വ്യാജം പ്രവർത്തിക്കുന്നവരോ വ്യാജം പ്രസംഗിക്കുന്നവരോ സ്തോത്രമൊന്നും ആയിത്തീരാതെ ദൈവവചനത്തിന്റെ വ്യവസ്ഥകൾക്ക് ഒത്തവണ്ണമുള്ളതായ ആ ജീവിതം നയിക്കുവാൻ ദൈവസന്നിധിയിൽ വളരെ ഭയത്തോടും ഭക്തിയോടും വിറയലോടും അവനെ സേവിക്കുവാൻ കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ 18-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. യാതൊരു വിധമാകുന്ന പ്രയോജനമില്ലാത്ത പാരമ്പര്യം കൊണ്ടും നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നതല്ല. പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടുമല്ല നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത്. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ അത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നിങ്ങളെ പാപത്തിന്റെ വഴികളിൽ നിന്നും പാപത്തിന്റെയും ശാപത്തിന്റെ അനുഭവത്തിൽ നിന്നും നിങ്ങളെ കർത്താവ് വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത് നിർദോഷവും നിഷ്കളങ്കവുമായ ആ കുഞ്ഞാടിന്റെ യേശുക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രയെന്ന് പറഞ്ഞാൽ അവന്റെ ഏറ്റവും വിലയേറിയ ജീവൻ നമുക്ക് വേണ്ടി നൽകിയാണ് അവൻ നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അത് നാം അറിയുന്നത് കൊണ്ട് അവൻ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കുവാൻ ഇടയായി തീർന്നു. നമ്മുടെ പാപത്തിന് അവൻ്റെ ജീവനാണ് മറുവിലയായി അവൻ നൽകുവാൻ ഇടയായി തീർന്നത് എന്നുള്ളത് കൊണ്ട് ഈ ഭൂമിയിൽ ന്യായം വിധിക്കുവാൻ കടന്നു വരുന്ന സർവശക്തനായ ദൈവം സ്തോത്രം നീതിയോടും ന്യായത്തോടും കൂടെ ഈ ലോകത്തെ വിധിക്കുവാനായിട്ട് കടന്നു വരുന്നു എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിങ്ങൾ വസിക്കുന്നതായ കാലങ്ങളൊക്കെയും വളരെ ഭയത്തോടെ കർത്താവിനെ സേവിക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ആരും നിഗളികളായി തീരരുത്, അഹങ്കാരികളായി തീരരുത്, ദൈവഭയമില്ലാത്തവരായി തീരരുത്. അങ്ങനെ ദൈവത്തെ ഭയപ്പെടുകയും അവൻ്റെ വഴികളെ ആശ്രയിച്ച് ജീവിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ ഒരു നല്ല സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ സ്തോത്രം അതനുസരിക്കാതെ തങ്ങളുടെ സ്വന്തം താല്പര്യങ്ങൾക്കൊത്തവണ്ണമുള്ളതായ ജീവിതം നയിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ന്യായവിധി ഉണ്ടാകും. അതിനെ നീതിയോട് ന്യായം വിധിക്കുന്ന ന്യായാധിപതിയായി കടന്നു വരുന്നത് സ്തോത്രം സകലത്തെയും സൃഷ്ടിച്ചവനായ സർവശക്തനായ ദൈവം തന്നെയാണ്. അവന്റെ മനുഷ്യ സ്വഭാവത്തിലാണ് ന്യായവിധി ഒരുക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സങ്കീർത്തനം 75-ന്റെ 17-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് ദൈവം ന്യായാധിപതിയാകുന്നു. അവൻ ഒരുത്തനെ താഴ്ത്തുകയും മറ്റൊരുത്തനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവമാണ്
യഥാർത്ഥ ന്യായാധിപതി. സ്തോത്രം. ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് കാൽവറിയിൽ അവൻ സാധിച്ച വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ന്യായവിധിയുടെ പ്രവർത്തനങ്ങൾ കാണുവാൻ നമുക്ക് കഴിയുന്നത്. അവൻ യഥാർത്ഥത്തിൽ സത്യദൈവമാണ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ട് ലോകത്തിലേക്ക് വന്നു. തൻ്റെ മക്കളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി ഒരു ബലിയായി തീരുവാനും അവരെ വീണ്ടെടുത്ത് നിത്യജീവന്റെ അവകാശികളാക്കി തീർക്കുന്നതിന് വേണ്ടി പരിശുദ്ധനായ കർത്താവ് ലോകത്തിലേക്ക് വന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ഓരോ പ്രിയപ്പെട്ടവരും കർത്താവിൻ്റെ സന്നിധിയിൽ നീതിയോടും വിശ്വസ്തയോടും ഈ അന്ത്യനാടുകളിൽ വളരെ വിശുദ്ധിയോട് സ്തോത്രം തങ്ങളുടെ പ്രവാസകാലം കഴിച്ചു കൊള്ളണമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ കാണുവാൻ കഴിയുന്നു. ഇന്ന് ലോകത്തിൽ ദൈവമക്കളെന്നും ക്രിസ്ത്യാനികളെന്നും പെന്തക്കോസുകാരെന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് അനേക പ്രിയപ്പെട്ടവർ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തനങ്ങളൊക്കെ കണ്ടാൽ വളരെ വിചിത്രമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നതായ അവസ്ഥകൾ കാണുമ്പോൾ വളരെ ലജ്ജിച്ചു പോകുന്ന ഒരനുഭവം ദൈവമക്കളെന്ന് പറയുന്നവർക്കും ഉണ്ടാകുവാനിടയായിത്തീരും. ലോകം അത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്ന് സ്തോത്രം, പ്രത്യേകിച്ച് ആത്മീയ മണ്ഡലം അത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇന്ന് ധനത്തിൻ്റെ പിറകെ ഓടുന്നതായ ആളുകളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും സ്തോത്രം പുറകെ കടന്നു പോകുന്നു. എന്നാൽ സ്തോത്രം അവർ ചെയ്തു കൂട്ടുന്നതായ ഓരോ കാര്യങ്ങളും ദൈവനാമത്തെ അത്യധികമായി ദൂഷിപ്പിക്കുന്ന വിധത്തിലുള്ളതായ പ്രവർത്തനങ്ങളാണ് ഇന്ന് ലോകത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിക്കൊള്ളേണ്ടത്, ദൈവം നീതിമാനായ ന്യായാധിപതിയാകുന്നു. അവനൊരുത്തരെ താഴ്ത്തുകയും മറ്റൊരുത്തരെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും തക്കവണ്ണം പ്രാപിപ്പാൻ ഒരിക്കൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ സകലരും വെളിപ്പെടേണ്ടതാണ് എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. ദൈവമാണ് ന്യായാധിപതി. ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് കാൽവരിയിൽ സാധിച്ച വീണ്ടെടുപ്പുമായി ബന്ധപ്പെട്ടാണ് അവൻ്റെ ന്യായവിധിയുടെ പ്രവർത്തനങ്ങൾ നടക്കുക. അതിനോടുള്ള മനുഷ്യൻ്റെ ഇടപാടിൻ്റെ അടിസ്ഥാനത്തിലാകുന്നു ന്യായവിധി കടന്നു വരുന്നത് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. ഒരു മനുഷ്യൻ പാപിയായി ജനിക്കുന്നത് കൊണ്ട് കർത്താവ് ആരെയും ന്യായം വിധിക്കുന്നില്ല എന്നും നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. എന്നാൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പരിശുദ്ധനായ കർത്താവ് താൻ സൗജന്യമായി കാൽവരിയിൽ കൂടെ ഒരുക്കിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ ന്യായവിധിയിൽ നിന്നും തെറ്റി ഒഴിയുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ഒഴുകി പോകുവാനുള്ളതായ സാധ്യത ഉണ്ട്. ഏത് വിശുദ്ധനെയും തെറ്റിക്കുവാൻ പിശാച് അവന്റെ സകല തന്ത്രങ്ങളും ഉപയോഗിച്ചുകൊണ്ട്, അവന്റെ സകല ആയുധങ്ങളും എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസിയുടെ നേർക്ക് പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശത്രുവിനെ ജയിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ സ്തോത്രം, നാം ദൈവത്തിൽ നിന്നും കേട്ടതായ അവന്റെ വചനങ്ങൾ വളരെ അതീവ ശ്രദ്ധയോടെ കൈക്കൊണ്ട് കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പിന്നീട് നമ്മളവിടെ വായിക്കുന്നത്, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും? സ്തോത്രം. ദൈവം താൻ
നമുക്കായി ഒരുക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ മാനവർക്കായി ഒരുക്കിയിരിക്കുന്ന ഈ രക്ഷയെ ഗണ്യമാക്കാതെ സ്തോത്രം കടന്നുപോയാൽ ഒരുത്തര ന്യായവിധിയിൽ നിന്നും തെറ്റി ഒഴിയുവാൻ സാധ്യമല്ല എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. ദൂതന്മാർ മുഖാന്തരം ലോകത്തോട് അരുളി ചെയ്ത വചനം അത് സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടും ന്യായമായ പ്രതിഫലം ദൈവം നൽകുകയും ചെയ്തു എങ്കിൽ ഇത് ദൂതന്മാരല്ല, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ നമുക്ക് തെറ്റി ഒഴിയുവാനായിട്ട് കഴിയും? പരിശുദ്ധനായ കർത്താവ് കാൽവറിയിലൂടെ തൻ്റെ ശരീരത്തിലുള്ള ഓരോ തുള്ളി രക്തവും നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി, നമ്മുടെ ശുദ്ധീകരണത്തിന് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്തോത്രം കർത്താവ് നൽകുവാനിടയായി തീർന്നു. ഇത് ലോകത്തെ വളരെ വ്യക്തമായിട്ടും ഓരോ ദിവസവും അറിയിച്ചു കൊണ്ടുമിരിക്കുകയാണ്. ഇതറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ, കേട്ടിട്ടും കേൾക്കാത്തവരെ പോലെ തെറ്റിയൊഴിഞ്ഞു പോകുന്ന ഒരു അനുഭവമാണ് ലോകത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം, ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്ന വിധത്തിലുള്ളതായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ അനേകർക്കും കഴിയുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകളൊന്നും അംഗീകരിക്കുവാൻ മനുഷ്യർക്ക് കഴിയുന്നില്ല. മനുഷ്യർ സ്വയമായിട്ടുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും പൈശാചികമാകുന്ന ഉപദേശങ്ങളും ഒക്കെ ലോകത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ സത്യമാർഗത്തെ സ്തോത്രം തുച്ഛീകരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്ന് കരുതി സ്തോത്രം രക്ഷപ്പെട്ടു പോകാമെന്നായിരുന്നു കരുതേണ്ട. ഇതിനൊക്കെയും വ്യക്തമായിട്ടുള്ള മറുപടി സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നുണ്ടാകും എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ശിക്ഷാവിധിയിൽ അകപ്പെടാതെ അവൻ്റെ ന്യായവിധിയിൽ അകപ്പെട്ട് നിരാശരായി തീരാതിരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് വചനം അനുശാസിക്കുന്ന നിലയിലുള്ളതായ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തമായി നിൽക്കേണ്ടത് ഓരോ വ്യക്തി ജീവിതത്തിൻ്റെയും ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം, കർത്താവ് സ്വർഗത്തിലൊരു വെള്ള സിംഹാസനം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ആ വെള്ള സിംഹാസനത്തിൽ ഇരുന്ന് ന്യായം വിധിക്കുന്നത് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് ആകുന്നു, അഥവാ യേശു ക്രിസ്തു ആകുന്നു എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തി നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ്. സ്തോത്രം, വെള്ള സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ന്യായം വിധിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. ആ ദൈവം കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്ന് വളരെ വ്യക്തമായിട്ടും നമുക്ക് തിരുവചനത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് തെറ്റിദ്ധാരണകൾ വിട്ട് ശരിയായിട്ടുള്ള സ്തോത്രം വചനവ്യവസ്ഥകൾ അനുസരിച്ച് മുൻപോട്ട് കടന്നു പോകുവാൻ താല്പര്യപ്പെടുന്ന വ്യക്തിഗത ജീവിതങ്ങൾക്ക് ന്യായവിധിയിൽ നിന്നും രക്ഷ പ്രാപിക്കുവാൻ കഴിയും. എന്നാൽ അതനുസരിക്കാതെ സ്വന്തം മാർഗത്തിലൂന്നി കടന്നു പോകുന്നില്ലെങ്കിൽ പൈശാചികമാകുന്ന ഉപദേശങ്ങളിൽ കുടുങ്ങിപ്പോകുന്ന ആളുകൾ ന്യായവിധിയിൽ നിന്ന് യാതൊരു കാരണവശാലും തെറ്റി ഒഴിയുവാൻ കഴിയുന്നതല്ല എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ സർവശക്തനായ ദൈവം പുത്രത്വം എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ന്യായവിധി നടക്കുക എന്നും ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. കർത്താവ് പുത്രത്വം സ്വീകരിച്ചതിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഉദ്ദേശം സ്തോത്രം തൻ്റെ ജനത്തെ, അത് എബ്രായ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യഭാഗത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരിക്കുന്ന തൻ്റെ മക്കളെ വിടുവിക്കേണ്ടതിന് വേണ്ടി, വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി പരിശുദ്ധനായ കർത്താവ് മനുഷ്യവേഷമെടുത്ത്, അഥവാ ജഡത്തിൽ വെളിപ്പെട്ട് അല്ലെങ്കിൽ പുത്രത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നു. എന്നാൽ അവൻ
കേവലം ഒരു മനുഷ്യനോ കേവലം ഒരു പുത്രനോ അല്ല, അവൻ സർവശക്തനായ ദൈവം തൻ്റെ മക്കളെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി പുത്രത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്നവനാണ്, ജഡത്തിൽ വെളിപ്പെട്ട് വന്നവനാണ് എന്ന് വളരെ വ്യക്തമായിട്ടും തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സ്തോത്രം, തിരുവചനത്തിൻ്റെ വ്യവസ്ഥകൾക്ക് അപ്പുറമായിട്ട് എന്തെങ്കിലും ന്യായങ്ങൾ പഠിച്ചും പഠിപ്പിച്ചും ഇഷ്ടമുള്ളതുപോലൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് സ്തോത്രം ഇവിടെയുള്ളതായ ജനത്തിൻ്റെ കയ്യടി വാങ്ങിയും അല്ലെങ്കിൽ ധനത്തിൻ്റെ നിലയിൽ മെച്ചമുണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒടുവിലെല്ലാം വിട്ട് ഇവിടെ നിന്ന് പോകേണ്ടി വരുമ്പോൾ നിരാശയിലും കണ്ണുനീരിലും ആകാതിരിക്കണമെങ്കിൽ തിരുവചനത്തിൻ്റെ വസ്തുതകളെ ഗ്രഹിച്ചു കൊള്ളേണ്ടതും വസ്തുതകൾക്ക് ഒത്തവണ്ണമുള്ളതായ ഒരു ക്രിസ്തീയ ജീവിതത്തിനായിട്ട് നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, ഇവിടെ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ അന്ത്യ ന്യായവിധിയോടുകൂടെ അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം അവസാനിക്കും എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവിൻ്റെ ന്യായവിധി വരെ ഉള്ളൂ. ന്യായവിധി കഴിഞ്ഞാൽ അവൻ്റെ മനുഷ്യത്വം പിന്നെ ഇല്ല. മനുഷ്യത്വം സ്തോത്രം അതിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം അതോടുകൂടെ അവസാനിക്കുകയും സ്തോത്രം സകലതും പിതാവിൽ ചെന്നു ചേരുകയും ചെയ്യും. ആദിയിൽ എങ്ങനെയായിരുന്നുവോ എന്നതുപോലെ തന്നെ സ്തോത്രം പിന്നീടുമാകുവാൻ ഇടയാകും എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആദിയിൽ സകലത്തെ ഉളവാക്കുമ്പോൾ താൻ ഏകനായിരുന്നു എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നാൽ ഇങ്ങനൊരു വീണ്ടെടുപ്പിൻ്റെ ആവശ്യം ഉണ്ട് എന്ന് സർവജ്ഞാനിയായ ദൈവത്തിന് അറിയാമായിരുന്നത് കൊണ്ട് അങ്ങനെ വീണ്ടെടുപ്പ് പ്രവർത്തനം നടത്തുന്നതിനൊരു പുത്രത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വരണമെന്ന് കർത്താവ് തൻ്റെ ഹൃദയത്തിൽ എടുത്ത തീരുമാനമാണ്. അതനുസരിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുവാനിടയായി തീർന്നിട്ടുള്ളത്. എന്നാൽ സ്തോത്രം, ഒരു പുത്രൻ പ്രത്യേകമായിട്ട് സ്വർഗത്തിൽ ഉണ്ടായിരുന്നില്ല. പുത്രത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വരേണ്ടതിന് വേണ്ടി സ്വർഗത്തിൽ ദൈവം തൻ്റെ ഹൃദയത്തിലുണ്ടായ പ്ലാനും പദ്ധതിയുമാണ് സ്തോത്രം യേശു ക്രിസ്തു നിർവഹിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, എന്നാൽ പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ താൻ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിൽ വന്നതിൻ്റെ ഉദ്ദേശം നിവർത്തിയായി, അല്ലെങ്കിൽ താൻ ചെയ്യുവാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം കാൽവറിയിൽ താൻ നിർവഹിച്ചു എന്ന ആശയത്തിലാണ് കർത്താവ് അവിടെ സംസാരിച്ചതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. തൻ്റെ പ്രാണനെ പിതാവായ ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീർന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. വീഴ്ച ഭവിച്ച മനുഷ്യനെ വീണ്ടെടുത്ത് യഥാസ്ഥാനത്താക്കുന്നതിനായി 3 വിധ വെളിപ്പാടുകൾ അവൻ അഥവാ ദൈവം സ്വീകരിച്ചു. അത് സൃഷ്ടിപ്പിൽ അവൻ പിതാവായിട്ടും വീണ്ടെടുപ്പിൽ പുത്രനായും ഈ കൃപായുഗത്തിൽ അഥവാ സഭായുഗത്തിൽ പരിശുദ്ധാത്മാവായിട്ടും വെളിപ്പെട്ടു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ വെളിപ്പെട്ടു വന്നതായ സർവശക്തനായ ദൈവം തന്നെയാണ് അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ സ്തോത്രം പദവികളും വഹിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്തോത്രം, പിതാവായും പുത്രനായും പരിശുദ്ധാത്മാവായും ലോകത്തിൽ വെളിപ്പെട്ടു വന്നത് സർവശക്തനായ ദൈവം തന്നെയാണ്. അല്ലാതെ ഒന്നിലധികം ദൈവങ്ങളില്ല, ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്നൊക്കെ വിശ്വസിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ലോകത്തിലുണ്ട്. പക്ഷേ
അവർക്കൊക്കെ വരുവാൻ പോകുന്ന ന്യായവിധി വളരെ വലുതാണ്. ഒടുവിൽ കരച്ചിലും പല്ലുകടിയുമൊക്കെ നടക്കുന്നതിന് മുമ്പേ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഓരോ പ്രിയപ്പെട്ടവരും തയ്യാറായിക്കൊള്ളണം എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതിനെന്തെങ്കിലുമൊക്കെ ന്യായീകരണങ്ങളൊക്കെ പറഞ്ഞ് അതിൽ നിന്നൊക്കെ തെറ്റി ഒഴിഞ്ഞ് ഞങ്ങൾ വലിയ സഭയുടെ ആളുകളാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ധാരാളം ആളുകളുണ്ട്, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളൊക്കെ ഞങ്ങളോട് കൂടെ ഉണ്ട്, ഞങ്ങളും വലിയ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞാൽ, സ്തോത്രം, കർത്താവ് ആളുകളുടെ പെരുക്കത്തിലൊന്നും പ്രവർത്തിക്കുന്നവനല്ല. ഒരുക്കമുള്ള ആത്മാക്കളുടെ ഹൃദയത്തിൽ മാത്രം പ്രവർത്തിക്കുന്നവനാണ് സർവശക്തിയുള്ള ദൈവമായ കർത്താവ് എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. കർത്താവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ പദവികളിൽ ചിലതൊക്കെ നമ്മൾ പഠിക്കുവാനിടയായി തീർന്നു. ചില കാര്യങ്ങൾ ഞാൻ സ്തോത്രം ചുരുക്കമായിട്ട് നിങ്ങളോട് ഓർമ്മിപ്പിക്കാം. കർത്താവ് ഒരു പകരക്കാരനായിട്ട് ലോകത്തിൽ വരുവാനിടയായി തീർന്നു. മറ്റൊന്ന്, അവനൊരു വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ ലോകത്തിൽ കടന്നു വന്നു. സ്തോത്രം, ദൈവത്തോട് നിരപ്പിക്കുന്ന ഒരു ശുശ്രൂഷ അവൻ നിർവഹിക്കുവാനിടയായി തീർന്നു. അവൻ്റെ മനുഷ്യത്വത്തിൽ അവനൊരു മധ്യസ്ഥനായിട്ട് പ്രവർത്തിക്കുവാനിടയായി തീർന്നു. ഇന്ന് ലോകത്തിൽ അനേകം മധ്യസ്ഥന്മാരുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. സകല മനുഷ്യർക്കും വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ എന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഒരേ ഒരു മധ്യസ്ഥൻ മാത്രമാണ്. അവൻ മഹാപുരോഹിതനായിട്ട് കടന്നു വരുവാനിടയായിത്തീർന്നു. ഒരു മധ്യസ്ഥൻ അഥവാ ഒരു വക്കീലിൻ്റെ ആ ദൗത്യം നിർവഹിച്ചതിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. ഒടുക്കത്തെ ആദാം എന്ന് അവനെ വിളിക്കുവാനിടയായി തീർന്നു. നീതീകരണവും ശുദ്ധീകരണവും അവനിലുണ്ടായിരുന്നു. അപ്പോസ്തലൻ എന്ന നിലയിൽ അവൻ ആ ലോകത്തിൽ വെളിപ്പെട്ടു. പ്രവാചകൻ, മണവാളൻ, രാജാവ്, ഇങ്ങനെ വിവിധ നിലകളിൽ അവൻ്റെ മനുഷ്യത്വത്തിൽ അവൻ ഓരോ പദവികൾ സ്വീകരിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇപ്പോൾ നമ്മൾ അവൻ്റെ മനുഷ്യത്വത്തിൽ ചിന്തിച്ചത് അവൻ ന്യായാധിപതിയാകുന്നുവെന്നോ. ഇവയെല്ലാം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തോട് ബന്ധപ്പെട്ട വിഷയങ്ങളായിട്ടാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ, കർത്താവിൻ്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ഇത് കർത്താവിൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് യോസഫിന് ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് സംസാരിക്കുന്ന കാര്യമാണ്. യോസഫ് തനിക്കായി വിവാഹം നിശ്ചയം ചെയ്തിരുന്ന മറിയ ഗർഭിണിയാണെന്നുള്ള വിഷയം അറിഞ്ഞിട്ട് മറിയയെ സ്വതന്ത്രം രഹസ്യമായി ഉപേക്ഷിക്കുവാൻ അവൻ തീരുമാനിച്ചുറച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ സ്വതന്ത്രം അവൻ്റെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ് അവൻ്റെ അടുക്കൽ കടന്നു എന്നിട്ട് അവനോട് സംസാരിച്ച കാര്യമാണ്. ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാകുന്നു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാലാണ് അവൻ ജനനം കൊണ്ടത് എന്ന്, ജന്മമെടുത്തത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവ് ദൈവമാണല്ലോ. ദൈവം ആത്മാവാണ്. ആത്മാവ് ഒന്നേ ഉള്ളൂ എന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ ജനനം പ്രാപിച്ച സർവശക്തിയുള്ള ദൈവമായ കർത്താവ്, സ്തോത്രം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നത് അവൻ്റെ 3 വ്യക്തിത്വമല്ല, ഏക ദൈവത്തിൻ്റെ ത്രിവിധ വെളിപ്പാടുകളാണ് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയും. സ്തോത്രം. അതിനെ നിഷേധിക്കുന്ന ആളുകൾ ധാരാളം ഉണ്ടായെന്ന് വരാം. പക്ഷേ സ്വീകരിക്കുന്നവർക്ക്
ആത്മരക്ഷ പ്രാപിക്കുവാൻ കഴിയും. നിഷേധിക്കുന്നവർ ശിക്ഷാവിധിയിൽ അകപ്പെടുമെന്ന് തിരുവചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 4:12 മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമമാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടെ അല്ലാതെ സ്തോത്രം രക്ഷ പ്രാപിക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെ ഉണ്ട്. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിട്ട് ഇങ്ങോട്ട് വരരുത് എന്നൊക്കെ കർക്കശമായിട്ട് പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായിട്ട് ദൈവം വെച്ചിരിക്കുന്ന ഒരേ ഒരു നാമം യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. പിശാച് പല നാമങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. പൈശാചികമായിട്ടുള്ള ഉപദേശം ഇന്ന് ലോകത്തിൽ വളരെയധികം ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞതായ വാക്കുകൾ കേൾക്കുവാനും അനുസരിക്കുവാനും തയ്യാറാകുന്ന വ്യക്തി ജീവിതങ്ങൾ നിത്യജീവന്റെ അവകാശികളായിത്തീരും. ഇല്ലാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടുവാനിടയായിത്തീരും. അതുകൊണ്ട് നീതിമാനായ ഒരു ന്യായാധിപതി ലോകത്തെ നീതിയോടെ ന്യായം വിധിക്കുവാൻ ലോകത്തിലേക്ക് വരുന്നു. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. അവൻ്റെ ന്യായവിധി എന്ന് പറയുന്നത് ന്യായമായ വിധിയാണ്. അന്യായമായി വിധിക്കുന്നവനല്ല അവൻ. അതുകൊണ്ട് അവൻ്റെ ന്യായവിധിയിലാകപ്പെട്ട് ശിക്ഷാവിധിയിൽ പോകാതെ വണ്ണം നിത്യരാജ്യത്തിന് അവകാശികളായി തീരുവാൻ ഈ നാളുകളായി മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിയോഗത്തോടെ നിറവോടെ കർത്താവിനെ സേവിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ സകല പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തും. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഇന്ന് ഈ വൈകിയ സമയത്ത് അല്പസമയം തിരുവചനത്തിലൂടെ തിരുമുൻപിൽ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഗ്രൂപ്പിലൂടെ വചനം സംസാരിപ്പാനിടവൻ അവസരം തന്ന ഇതിൻ്റെ സംഘാടകരായിരിക്കുന്ന അഡ്മിന്മാരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്ക് കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. സർവ്വലവനായിരിക്കുന്ന കർത്താവിന് സകല മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗ രാജാവേ, ഈ നീ വൈകിയ സമയത്ത് അല്പസമയം തിരുവചനമായിട്ട് തിരുമുമ്പിൽ നിൽക്കുവാൻ നീ സഹായിച്ചത് കൊണ്ട് സ്തോത്രം. കർത്താവെ, കഴിവുകാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കണം. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെ ദൈവമക്കളെ അനുഗ്രഹിച്ചോട്ടെ. പ്രാർത്ഥന തിരുമേനി കേട്ടതുകൊണ്ട് സ്തോത്രം. സകല മഹത്വം കിട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.